ഉണ്ടാക്കാൻ പോകുന്നു. യു ആർ ജീനിയസ്. നീ എങ്ങനെയാണ് ഇങ്ങനെ പലതരത്തിലുള്ള ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. എന്തായാലും കൊള്ളാം. നീ ക്രൈം ഭയങ്കരാണല്ലോ അല്ലേ? എന്താ പറ്റിയേ? ഇവന് ലോലിപോപ്പ് വേണമെന്നാ തോന്നുന്നത്. വളരെ ഇമോഷണൽ ആണ്. ഞാനിവിടെ പുറത്ത് ചാടിപ്പോയാൽ നിങ്ങളെ എല്ലാവരുടെയും പണി പോകുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നത് മനസ്സിലായോ? അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ വിഷമം എനിക്ക് താങ്ങാൻ കഴിയില്ല. നിങ്ങൾ എവിടെ കിടന്ന് ഉറങ്ങാം? രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞത്? ജയിലിലെ തുരങ്കോ? എന്റെ ജയിലിലെ തുരങ്കോ ഒരിക്കലും സംഭവിക്കില്ല മാഡം. എന്തോ തെറ്റിദ്ധാരണയാണ്. നോക്കിയേക്കാം. തുരങ്കം തന്നെ ജയിലിൽ മാത്രമല്ല, കണ്ടില്ലേ ഇതേ ക്യാബിനിലുണ്ട്. എന്തായാലും ലിറ്റിൽ സിംഗിന്റെ വിവരം അറിയിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു. നിങ്ങൾ എന്തായാലും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് അത്ര നന്നായില്ല. ഇപ്പോഴും സമയമൊക്കെ ഉണ്ട്. സറണ്ടർ ആയി വേഗം ജയിലിലേക്ക് തിരിച്ചു പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കഷ്ടത്തിലാണ്. നിനക്കെന്നെ ശരിക്കും അറിയില്ല. ഞാൻ ടൈഗറാണ്, ക്രൈയിങ് ടൈഗർ. നീ ആരാ? ധൈര്യമുണ്ടെങ്കിൽ നിന്റെ പേര് പറ. ആ മുഖം ഒന്ന് കാണിക്കേ. ആരെങ്കിലും ആവട്ടെ, നിനക്കെന്നെ ശരിക്കും അറിയില്ല. ഞാൻ വളരെ ഇമോഷണൽ ആണ്. ഞാനിപ്പോ എന്താലോചിച്ചിട്ടാ കരയുന്നത് നിനക്കറിയാമോ? ഇന്ന് എന്റെ കയ്യിൽ നിന്ന് നീ എത്രമാത്രം തല്ലു വാങ്ങിക്കുന്നു ആലോചിച്ചിട്ടാ. ഇപ്പോൾ ഞാൻ ബലപ്പെട്ട മറ്റൊരു സാധനത്തിന്റെ അന്വേഷണത്തിനിടയില്ല. അത് ചിലപ്പോ നിന്റെ പരിസരത്ത് തന്നെ ഉണ്ടാകും. നീ ജയിലിൽ ചാടി വന്നത് എന്ത് വിലപ്പെട്ട സാധനത്തിനാണെന്ന് എനിക്കറിയില്ല. അതെന്താണെങ്കിലും നീ കണ്ടുപിടിച്ചോ. എങ്ങനെയാണെന്ന് അറിയാമോ? നിന്നെയൊക്കെ സ്വപ്നത്തിൽ കൂടി. നിങ്ങളെല്ലാവരും കൂടി എന്നോടാണോ ഫൈറ്റ് ചെയ്യുന്നത്? അത് അവനോടോ? സോറി ബോസ്. അല്ല സാറേ, ഇത് അസാധ്യ ഗാഡ്ജറ്റ് ആണല്ലോ അല്ലേ? ഈ ക്രൈം ടൈഗറിനെ നമ്മൾ ഇനി എങ്ങനെയാണ് പിടിക്കുന്നത്? ക്രൈം ടൈഗർ ഏതോ വിലപിടിച്ച സാധനത്തിന് പുറകെയാണ്. അതെന്റെ പരിസരത്ത് തന്നെ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത്. എന്തായാലും വിഷമിക്കേണ്ട കാവ്യ, ആ സാധനം തിരിച്ചെടുക്കാൻ അവർ എന്തായാലും വരാതിരിക്കില്ല. കൊള്ളാം എന്റെ ഗൊറില്ല. ഞാനൊന്ന് ജയിലിലേക്ക് പോയപ്പോഴേക്കും നീ സയന്റിസ്റ്റ് ആയി മാറിക്കഴിഞ്ഞല്ലോ. കൊള്ളാം, നല്ല ഗംഭീര ലാബ് തന്നെ. ബോസ്, നിങ്ങളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാ ഇതൊക്കെ ചെയ്തത്. ഇത് നോക്കൂ, ഇതാണ് ലൊക്കേഷൻ. ഇവിടെ വച്ചാണ് 6.5 വർഷം മുൻപ് ആ പയ്യൻ അങ്ങയുടെ കയ്യിൽ നിന്ന് വിസിലും തട്ടിപ്പറിച്ച് ഓടിയത്. ഈ പിള്ളേരൊക്കെ അന്ന് ആ ഗാർഡനിൽ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ പയ്യനുണ്ടല്ലോ,
ഇവനാണ് ആ വിസിലെടുത്തോണ്ട് ഓടിയത്. ഓ അത് ശരി. എടാ ഇത് ലിറ്റിൽ സിംഗം തന്നെയാണ്. അയ്യോ ഞങ്ങളത് മറന്നുപോയി ബോസ്. അന്ന് ആ പയ്യന്റെ പേര് ബേബി ലിറ്റിൽ സിംഗം എന്നായിരുന്നു ബോസ്. അവനിപ്പോ വീടൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ അവനിപ്പോ ഏത് അഡ്രസ്സിലാ ഉള്ളതെന്ന് എനിക്ക് ഫോണിൽ വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഡ്രാഗൺ വിസിൽ അവന്റെ വീട്ടിൽ തന്നെ കാണും. വാ വാ നമുക്ക് ചെറുത് കണ്ടുപിടിക്കാം. വിലപ്പെട്ട സാധനമാണോ അതും നിന്റെ പരിസരത്തുള്ളത്? അതെന്താ ലിറ്റിൽ സിംഗം, നിന്റെ വീട്ടിൽ നിന്നേക്കാൾ വില പിടിച്ച വേറെന്ത് സാധനമാണത്? എനിക്കറിയില്ല. ഞാൻ എന്റെ വീടിന്റെ മുക്കും മൂലയൊക്കെ പരിശോധിച്ചു. അങ്ങനൊരു സാധനം എനിക്ക് കിട്ടിയില്ല. ഞാൻ വല്ലാതെ ക്ഷീണിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കട്ടെ കുറച്ച്. ഗുഡ് നൈറ്റ് ലിറ്റിൽ സിംഗം. കണ്ടുപിടിച്ചേ പറ്റൂ. ചിക്കി, നാളെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഈ വില പിടിച്ച സാധനം എന്താണെന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ രണ്ടുപേരും ചെന്ന് അന്വേഷിച്ച് നോക്ക്. ആദ്യം ലിറ്റിൽ സിംഹം ഏത് റൂമിലാ കിടക്കുന്നതെന്ന് നോക്കണം. നിങ്ങളുടെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അവൻ ഒരിക്കലും എന്റെ വഴി ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ ബോസ്, അവൻ എവിടെയാണെന്ന് കണ്ടുപിടുത്താൽ ഉടനെ ഞാൻ വേണ്ടത് ചെയ്തോളാം. ഞാൻ എന്റെ സ്റ്റേഷനറിയിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ സെന്റഡ് പേപ്പർ ഉണ്ടല്ലോ, അത് അവന്റെ മൂക്കിന്റെ അടുത്ത് വെച്ചാൽ മതി. അതോടെ അവന്റെ ബോധം പോകും. പിന്നെ അവന്റെ കൈയും കാലും കെട്ടി നമ്മുടെ ഹൈപ്പർ ബ്ലൂ കാറില് നമ്മൾ അവനെ കൊണ്ടുപോകും. ഞാൻ അപ്പോഴേക്കും ആ ഡ്രാഗൺ മിസിൽ എവിടെയാണെന്ന് നോക്കട്ടെ. ഹലോ, അനുവാദമില്ലാതെ ഒരാളുടെ വീട്ടിൽ ഇടിച്ചു കയറുന്നത് തെറ്റാണ്. ഇതാ ലിറ്റിൽ സിംഗത്തിന്റെ ബ്രദറാണെന്ന് തോന്നുന്നു. എടാ കൊച്ചിയർക്ക, ലിറ്റിൽ സിംഗം ഏത് മുറിയിലാ കിടക്കുന്നേ? ഞാനൊന്നും പറയില്ല, നിങ്ങൾ തന്നെ തപ്പിക്കും. ഗുഡ് നൈറ്റ്. നോക്കിയേ, ഈ ചെറുക്കൻ എന്ത് തരക്കാരനാ. ഇവനെ ഒന്ന് പേടിപ്പിച്ച് ചോദിച്ചു നോക്കാം. ലിറ്റിൽ സിംഗം എവിടെയുള്ളതെന്ന് അറിയണമല്ലോ. എന്ത് പറ്റി ബോസ്? ആ ചെറുക്കൻ എന്നെ തല്ലി എന്നുള്ള കാര്യം ഇവനോട് പറഞ്ഞ ഇവന്മാരെല്ലാം കൂടി എന്നെ കളിയാക്കും. ഞാനവനെ പിടിക്കാൻ വേണ്ടി പോവായിരുന്നു. അവൻ പേടിച്ച് അങ്ങനെ വിറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങിയെന്നേ. അതിനിടയ്ക്ക് എന്റെ കാലം അവന്റെ റോളർ സ്റ്റേജിൽ കുടുങ്ങി. അങ്ങനെ ഞാൻ വഴുക്കിയപ്പോ ദേ ഇവിടെ എത്തി. അയ്യോ എന്റെ ഇടുപ്പ്. ബോസ് ഇവിടെ നിൽക്കൂ, ഞാൻ അവനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. എന്ത് പറയുന്നു? അവന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. എന്ത് മാത്രം പാടുപെട്ടതാ. പക്ഷെ ഡ്രാഗൺ മിസിൽ ഇനി കിട്ടിയില്ലല്ലോ. എന്ത് പറ്റി? ലിറ്റിൽ സിംഗത്തിന്റെ വലിയ വിവരവും കിട്ടിയോ? അവനൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ ഈ ചെറുക്കൻ തന്നെ ലിറ്റിൽ സിംഗം എന്നാ തോന്നുന്നത്. ചേടാ, നിനക്കത് എന്താ പറ്റിയേ? ഹലോ ക്രൈം ടൈഗർ, നീ എന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കാന്ന് കരുതിയോ? നോക്ക് ലിറ്റിൽ സിംഗം, നീ വളരെ ചെറിയൊരു പയ്യനാ. എനിക്ക് നിന്നോട് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഒരു കൊച്ചു പയ്യനെ തല്ലുന്ന കാര്യം ആലോചിക്കുമ്പോ തന്നെ എനിക്ക് കരച്ചിൽ വരിക. ഒരുപാട് ഡ്രാമയൊന്നും വേണ്ട. ഇവിടെ നീ തരുന്ന വിലപ്പെട്ട സാധനം എന്താന്ന് പറ. അതായത് കൃത്യമായി പറഞ്ഞാൽ 6.5 വർഷം മുൻപ് നടന്ന ഒരു സംഭവം. പോലീസിന്റെ കൈ പെട്ടുകഴിഞ്ഞാൽ അവർ ഈ ഡ്രാഗൺ മിസിലും കൊണ്ട് പോകും. അതിനു മുമ്പ് ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണം.
ഇങ്ങോട്ട് തരാനാ ഞാൻ പറഞ്ഞത്. അയ്യോ, എന്താ സംഭവിക്കുന്നേ? മതി നീ ഓടിയത്. നാഷണൽ മ്യൂസിയത്തിലാണ് നീ മോഷണം നടത്തിയത്. ഇനി ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നോ? അങ്ങനെ എനിക്ക് 14 വർഷത്തെ ജയിൽ പാസാണ് കിട്ടിയത്. പിന്നെ എന്റെ കൂട്ടുകാരൻ റോണി, ധോനി എന്ന് വെച്ചാൽ ഗൊറില്ലയും ചിമ്പാൻസിയും പല തവണ നിന്റെ വീട്ടിൽ ഒളിച്ചു കിടന്ന് ഡ്രാഗൺ മിസൈൽ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കിയിരുന്നു.